ഉച്ചയ്ക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനായിട്ട് വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തില്ല. വെളിച്ചെണ്ണ ചെയ്യാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴറ്റി കിട്ടും. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കുന്ന പരുവം മാറിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചതച്ചതായാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവൊക്കെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു റൈസാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനതൊരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്നത്ര എടുത്താൽ മതി. ഒരെണ്ണത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെച്ചിട്ട് ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചോറ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇപ്പോൾ ചേർക്കണ്ട, ഞാനത് മുട്ട ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനത് ഇതിൻ്റെ ഇടയിൽ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കുഴിയാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ കുറച്ചൊന്ന് അടച്ച് വെക്കുന്നുണ്ട്, 1 മിനിറ്റ് അത്രയും മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ട പച്ചക്കറിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പൊന്നിയരിയുടെ റൈസാണ് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, ബസ്മതി അരി വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പോളം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് ചോറ് എടുത്താൽ മതി. അപ്പോൾ ചോറ് നന്നായിട്ട് മിക്സായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു റൈസാണ്. ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിനോട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്